ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം വിശുദ്ധ പത്രോസ് ക്ലാവറിന്റെ ഓർമ്മദിനം ആഘോഷിക്കുന്നു. അടിമകളുടെ ഇടയിൽ ക്രിസ്തുവിന്റെ കരുണയും സ്നേഹവും എത്തിച്ച് അവർക്കു ആശ്വാസവും പ്രത്യാശയും പകർന്നു നൽകിയ മഹാനായ ശുശ്രൂഷകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ എല്ലായ്പ്പോഴും പ്രചോദിപ്പിക്കുകയും സത്യമായ ക്രൈസ്തവ ജീവിതം എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനങ്ങൾ കൊലോസ്യരിലേക്കുള്ള ലേഖനവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷവും ക്രിസ്തുവിൽ വേരൂന്നി നിലകൊള്ളാൻ, അവന്റെ വിളിയോട് വിശ്വസ്തരാകാൻ, അവന്റെ ശക്തിയെ അനുഭവിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും നാം ചിന്തിക്കുന്നു, യഥാർത്ഥ സന്തോഷം എവിടെ ലഭിക്കും? സുരക്ഷിതത്വം എവിടെ കണ്ടെത്താം? ലോകത്തിലെ പ്രലോഭനങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇന്നത്തെ വചനങ്ങളിൽ തന്നെയാണ്. ക്രിസ്തുവിൽ മാത്രം ആഴത്തിൽ ചേർന്നു നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആത്മസ്വാതന്ത്ര്യവും, അവൻ നമ്മെ തിരഞ്ഞെടുത്തവരായി അവന്റെ ദൗത്യത്തിൽ പങ്കുചേരാൻ നൽകുന്ന ശക്തിയും നമ്മുടെ ജീവിതത്തെ പുതുതായി മാറ്റിമറിക്കാനുള്ള കരുത്താണ്. ഈ ചിന്തകൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മെ പ്രകാശത്താൽ നിറക്കട്ടെ. ഇന്ന് ആദ്യ വായനയായി കൊലോസ്യരിലേക്കുള്ള ലേഖനത്തിൽ നിന്നുള്ള 2-ാം അധ്യായത്തിലെ 6 മുതൽ 15 വരെ വരുന്ന വചനങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത്യന്തം ശക്തവും ആത്മീയമായി സമ്പന്നവുമായ സന്ദേശമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു ഉറച്ച ദിശാബോധം നൽകുന്ന ഈ വചനം ക്രിസ്തുവിൽ വേരൂന്നി ജീവിക്കാനുള്ള ആവശ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവനിൽ നമ്മുടെ ജീവിതം പണിയപ്പെടുകയും അവനിൽ വിശ്വാസം ദൃഢമാക്കുകയും നന്ദിയുടെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യേണ്ടത് ഓരോ ക്രൈസ്തവനും ഏറ്റെടുക്കേണ്ട പ്രധാന വിളിയാണ്. മനുഷ്യരുടെ ശൂന്യമായ വാദങ്ങളാലോ ലോകത്തിന്റെ നിമിഷസുഖങ്ങളാലോ നമ്മെ വഴിതെറ്റിക്കാൻ ആരും അനുവദിക്കരുതെന്ന് ഈ വചനങ്ങൾ മുന്നറിയിപ്പും നൽകുന്നു. ക്രിസ്തുവിൽ ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. അവനിലൂടെ തന്നെയാണ് നമ്മളും സമ്പൂർണ്ണത കൈവരിക്കുന്നത്. അവൻ സകല അധിപതികളും അധികാരങ്ങളും മീതെ നിലകൊള്ളുന്ന പരമാധികാരിയാണ്. അവനോടുള്ള ഐക്യത്തിലാണ് നമ്മുടെ യഥാർത്ഥ ശക്തിയും സ്വാതന്ത്ര്യവും സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ക്രിസ്തുവിൽ സ്വീകരിച്ചിരിക്കുന്നതു കൈകൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. അതായത് ശരീരത്തിന്റെ ജഡികതയെ മാറ്റി നീക്കി ആത്മാവിന്റെ പുതുക്കലിലൂടെ ലഭിച്ച യഥാർത്ഥ പരിച്ഛേദന. ദിവ്യജ്ഞാനസ്നാനത്തിലൂടെ നിങ്ങൾ അവനോടൊപ്പം അടക്കം ചെയ്യപ്പെട്ടു. പിന്നെ ദൈവത്തിന്റെ അതിശയകരമായ ശക്തിയിൽ വിശ്വാസം കൊണ്ടു മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾക്കും ഉയിർപ്പുണ്ടായി. ഒരിക്കൽ പാപങ്ങളാലും ആത്മീയമായ അഴുക്കുകൊണ്ടും മരിച്ച നിലയിലായിരുന്ന നമ്മെ ദൈവം ക്രിസ്തുവിനോടൊപ്പം ജീവിപ്പിച്ചു, എല്ലാ പാപങ്ങളും പൊറുത്തുകൊടുത്തു. നമ്മെതിരായി നിലകൊണ്ടിരുന്ന കടപ്പത്രം, നിയമത്തിന്റെ കുറ്റാരോപണങ്ങളാലുള്ള ഭാരവും തടസ്സങ്ങളും അവൻ പൂർണ്ണമായി മായ്ച്ചുകളഞ്ഞു, കുരിശിൽ തറച്ചുമാറ്റി. അവൻ അധിപതികളെയും അധികാരികളെയും പരാജയപ്പെടുത്തി അവരുടെ ശക്തിയെ നിരായുധരാക്കി, കുരിശിന്റെ വിജയത്തിലൂടെ അവരെ പൊതുവിൽ പരാജയപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. എത്ര ശക്തവും ഹൃദയസ്പർശിയുമായ വചനങ്ങളാണിവ. വിശുദ്ധ പൗലോസ് കൊലോസ്യയിലെ വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിന്റെ അടിത്തറ ക്രിസ്തുവിൽ തന്നെയായിരിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. യേശുവിനെ സ്വീകരിക്കുന്നത് ഒരു ചടങ്ങോ ഏകകാലികമായ അനുഭവമോ അല്ല, മറിച്ച് ദിനംപ്രതി അവനോടൊപ്പം നടക്കുകയും ജീവിതം മുഴുവൻ അവനിൽ വേരൂന്നുകയും ചെയ്യുന്നതാണ്. മണ്ണിൽ ആഴത്തിൽ വേരുറച്ച ഒരു വൃക്ഷം പോലെ, കൊടുങ്കാറ്റുകളെ തരണം ചെയ്യുന്ന ഒരു ഉറച്ച കെട്ടിടം പോലെ നമ്മുടെ വിശ്വാസവും ക്രിസ്തുവിൽ പണിയപ്പെടുമ്പോൾ ഏതു പരീക്ഷണങ്ങളെയും നേരിടാൻ കഴിയും. ലോകം നിരവധി ആശയങ്ങളും ശൂന്യമായ തത്വചിന്തകളും നമ്മെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, ക്രിസ്തുവല്ലാത്ത അടിസ്ഥാനങ്ങളിൽ നാം ജീവിതം പണിയുമ്പോൾ അത് എളുപ്പത്തിൽ തകർന്നുപോകും. എന്നാൽ ക്രിസ്തുവിൽ ദൈവത്വത്തിന്റെ സമ്പൂർണ്ണത നിറഞ്ഞു നിൽക്കുന്നു. അവനിലൂടെ നമുക്കും ആ പൂർണ്ണതയിൽ പങ്കുചേരാൻ കഴിയും. പൗലോസ് ഇവിടെ പറയുന്ന പരിച്ഛേദനം ശരീരത്തിലെ ചടങ്ങിനേക്കാൾ ഉയർന്ന ആത്മീയ അനുഭവമാണ്. ജഡികതയെ മാറ്റി നീക്കി ബാപ്തിസ്മത്തിലൂടെ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നതാണ്.
നമ്മുടെ പാപങ്ങളെല്ലാം അവൻ ക്ഷമിച്ചു, നമ്മെ ബന്ധിച്ചിരുന്ന കടപ്പത്രങ്ങളെല്ലാം കുരിശിൽ തറച്ചു നീക്കി. അവന്റെ വിജയം നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യവും പുതുജീവിതവും പകരുന്നു. ഇത് നമുക്കു ലഭിച്ച മഹത്തായ സന്തോഷവാർത്തയാണ്. നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ അടിമകളാക്കി പിടിച്ചിരുന്ന ബന്ധനങ്ങളെല്ലാം ക്രിസ്തുവിന്റെ കുരിശിലൂടെ തകർന്നു വീണിരിക്കുന്നു. അവൻ തിന്മയുടെ ശക്തികളെ നിരായുധരാക്കി, ലോകത്തിനു മുമ്പിൽ അവരെ പരാജിതരാക്കി പ്രഖ്യാപിച്ചു. കുരിശിന്റെ വിജയത്തിലൂടെ അവരെ ജയോത്സവമായി നയിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഓർമ്മപ്പെടുത്തൽ വളരെ വ്യക്തമാണ്. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനശില ക്രിസ്തുവായിരിക്കണം. നശ്വരവും താൽക്കാലികവുമായ ലോകസുഖങ്ങളിൽ സന്തോഷവും സമാധാനവും തേടാതെ അവനിൽ വേരൂന്നി അവന്റെ സ്നേഹത്തിൽ പണിയപ്പെട്ട ജീവിതമാണ് നമ്മെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. പ്രതിസന്ധികളും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും നമ്മെ ചുറ്റിപ്പറ്റുമ്പോൾ ആശ്രയവും കരുത്തും നൽകുന്ന ഒരേയൊരു ഉറവിടം ക്രിസ്തുവാണ്. അവൻ നമ്മെ എല്ലാ ഇരുട്ടുകളിൽ നിന്നും മോചിപ്പിച്ച് തന്റെ വിജയത്തിൽ പങ്കാളികളാക്കുന്നു. ഈ ആത്മീയ സത്യത്തിലേക്കാണ് ഇന്നത്തെ സുവിശേഷവും നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ യേശു മുഴുവൻ രാത്രി പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ചെലവഴിച്ച ശേഷമാണ് തന്റെ ശിഷ്യന്മാരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അപ്പസ്തോലന്മാരായി നിയമിക്കുന്നത്. പത്രോസിനൊപ്പം അവന്റെ സഹോദരൻ ആന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയോ, മത്തായി, തോമസ്, അൽഫേയൂസിന്റെ മകൻ യാക്കോബ്, ശിമോൻ, യാക്കോബിന്റെ മകൻ യൂദാസ്, ഒടുവിൽ അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഈസ്കറിയോത്ത് എന്നിവരാണ് തിരഞ്ഞെടുത്തവർ. യേശു അവരോടൊപ്പം ഇറങ്ങി ജനക്കൂട്ടങ്ങൾക്കിടയിലെത്തിയപ്പോൾ യൂദായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ടയർ, സീദോൻ പോലെയുള്ള തീരദേശങ്ങളിൽ നിന്നുമെല്ലാം വന്ന അനേകർ അവനെ കേൾക്കാനും രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നേടാനുമെത്തി. അശുദ്ധാത്മാക്കളുടെ പീഡനത്തിൽപ്പെട്ടവർ പോലും അവന്റെ സാന്നിധ്യത്തിൽ മോചനം കണ്ടെത്തി. ജനങ്ങൾ യേശുവിന്റെ സാന്നിധ്യത്തിൽ നിന്നു ശക്തി ഒഴുകിവരുന്നതു അനുഭവിച്ചു. രോഗികളും പീഡിതരും എല്ലാവരും അവനെ സ്പർശിക്കാൻ ശ്രമിച്ചു. കാരണം അവനിൽ നിന്നു പുറപ്പെട്ട ആ ശക്തി അവരെല്ലാവരെയും സുഖപ്പെടുത്തി. സുവിശേഷം വരച്ചുകാട്ടുന്ന ഈ രംഗം അത്ഭുതകരമാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തിലെ നിർണായക നിമിഷം, 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത നിമിഷം. ശ്രദ്ധിക്കുക, ഈ മഹത്തായ തീരുമാനത്തിനു മുമ്പ് യേശു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പം ചെലവഴിച്ചു. ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് വലിയ തീരുമാനങ്ങളെടുക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ഹിതം തേടുക അനിവാര്യമാണെന്നതാണ്. പലപ്പോഴും നാം നമ്മുടെ ബുദ്ധിയിലും അനുഭവങ്ങളിലും മാത്രം ആശ്രയിച്ചാണ് തീരുമാനങ്ങളെടുക്കുന്നത്, പിന്നെ നിരാശപ്പെടുന്നു. എന്നാൽ ക്രിസ്തു കാണിക്കുന്ന മാതൃക വ്യക്തമാക്കുന്നു. പ്രാർത്ഥനയാണ് ശരിയായ വഴികാട്ടി. തിരഞ്ഞെടുത്ത 12 പേരും സാധാരണക്കാരായ വ്യത്യസ്ത പശ്ചാത്തലങ്ങളുള്ളവരായിരുന്നു. ചുങ്കക്കാരനായ മത്തായി, തീവ്രവാദിയെന്ന് വിളിക്കപ്പെട്ട ശിമോൻ, മത്സ്യത്തൊഴിലാളികളായ പത്രോസും അന്ത്രയോസും, അവസാനം അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും ഉൾപ്പെടെ. ഇതിലൂടെ കിട്ടുന്ന സന്ദേശം വളരെ ശക്തമാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കുറവുകളോ കഴിഞ്ഞ കാലത്തിലെ പിഴവുകളോ നോക്കുന്നില്ല. മറിച്ച് നമ്മിലുള്ള സാധ്യതകളെയാണ് അവൻ കാണുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളെത്തന്നെ വിലകുറച്ചു കാണുകയും ഞാൻ യോഗ്യനല്ല എന്നു ചിന്തിക്കുകയും ചെയ്യാം. പക്ഷേ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ബലഹീനതകളിലും അവന്റെ ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ എനിക്ക് മനസ്സിൽ വരുന്നത് ഒരു ചെറുകഥയാണ്. ഒരിക്കൽ ഒരു ശില്പിക്ക് ഒരു വലിയ പാറക്കല്ല് ലഭിച്ചു. അത് നോക്കി ശില്പം ചിന്തിച്ചു,
ഈ കല്ലിനുള്ളിൽ എന്തോ മനോഹരമായ രൂപം ഒളിഞ്ഞിരിക്കുന്നു. എന്നാൽ പാറക്കല്ല് സ്വയം ചിന്തിച്ചു, ഞാൻ വെറുമൊരു കരിഞ്ഞ കല്ല് മാത്രമേ ആയിട്ടുള്ളൂ. എന്നിൽ നിന്ന് എന്ത് സൗന്ദര്യമുണ്ടാകും? പക്ഷേ ശില്പിയുടെ കണ്ണുകൾക്ക് അതിന്റെ ഉള്ളിലെ സൗന്ദര്യം കാണാൻ കഴിഞ്ഞു. അവന്റെ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് ആ കരിഞ്ഞ കല്ല് മനോഹരമായ രൂപത്തിലേക്ക് മാറി. അതുപോലെയാണ് ദൈവം നമ്മെ കാണുന്നത്. നമ്മുടെ കുറവുകളെയും പരാജയങ്ങളെയും മറികടന്ന് അവൻ നമ്മുടെ ഉള്ളിലെ സൗന്ദര്യത്തെയും സാധ്യതകളെയും തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് ദൗത്യമേൽപ്പിച്ചത്. അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്ത ശേഷം അവൻ അവരുടെ കൂടെ ഒരു നിരപ്പായ സ്ഥലത്തു നിന്നു. അവിടെ വലിയ ജനക്കൂട്ടം അവനെ കേൾക്കാനും രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനും എത്തിച്ചേർന്നിരുന്നു. സുവിശേഷം പറയുന്നുവല്ലോ, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെല്ലാവരെയും സുഖപ്പെടുത്തി. യേശുവിന്റെ വചനത്തിലും സാന്നിധ്യത്തിലും സ്പർശനത്തിലും അസാധാരണമായ ശക്തിയുണ്ടായിരുന്നു. അതാണ് രോഗികളെ സുഖപ്പെടുത്തുകയും അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും ചെയ്തത്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ലോകത്തും നമുക്ക് അനവധി രോഗങ്ങളുണ്ട്. ശരീരത്തെ ബാധിക്കുന്നവ മാത്രമല്ല, മനസ്സിനെയും ആത്മാവിനെയും അലട്ടുന്ന രോഗങ്ങളും. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ, ജോലിയിലെ സമ്മർദ്ദങ്ങൾ, സാമ്പത്തിക കഷ്ടങ്ങൾ, ഒറ്റപ്പെടലിന്റെ വേദന, നിരാശയുടെ ഇരുട്ട്. ഇവയെല്ലാം നമ്മെ ഉള്ളിൽ നിന്ന് രോഗികളാക്കുന്നു. എന്നാൽ ഈ എല്ലാ മുറിവുകൾക്കും മരുന്നെവിടെയുണ്ട്? ക്രിസ്തുവിലാണ്. അവന്റെ വചനം കേൾക്കുമ്പോൾ, അവന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, അവന്റെ സ്പർശനത്തിൽ അഭയം തേടുമ്പോൾ നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും യഥാർത്ഥ സൗഖ്യമനുഭവിക്കുന്നു. ഒരു മനുഷ്യൻ ജീവിതത്തിൽ കടബാധ്യതകളുടെയും സാമ്പത്തിക ഭാരങ്ങളുടെയും അടിയിൽ വിറച്ചു നിൽക്കുകയായിരുന്നു. ഒരുപാട് പ്രയത്നിച്ചിട്ടും വഴിയൊന്നും തുറക്കാത്തപ്പോൾ ധ്യാനത്തിലേക്ക് തിരിഞ്ഞു. അവിടെ കേട്ട ദൈവം ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്ന വചനം ആദ്യം അവനു വെറും ആശ്വാസവാക്കുകളായി തോന്നി. എന്നാൽ ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ ആ വചനം അവന്റെ ഹൃദയത്തിൽ വേരൂന്നി. ദൈവത്തിൽ വിശ്വസിച്ചു തുടങ്ങുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. പുതിയ ജോലി ലഭിച്ചു, കടങ്ങൾ അടച്ചു, കുടുംബത്തിൽ സമാധാനം വീണ്ടെടുത്തു. ക്രിസ്തുവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അസാധ്യങ്ങൾ പോലും സാധ്യമാകുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. യേശു നമ്മെ പഠിപ്പിക്കുന്നത് ശിഷ്യനാകുക എന്നത് വിശ്വാസം സമ്മതിക്കുന്നത് മാത്രമല്ല, അവന്റെ ശക്തിയിൽ പങ്കുചേരുകയും അവന്റെ ദൗത്യം ഏറ്റെടുത്ത് ലോകത്തിന് വെളിച്ചമായി ജീവിക്കുകയും ചെയ്യുന്നതാണ്. കൊലോസോസിലെ ലേഖനം നമ്മെ ക്രിസ്തുവിൽ വേരൂന്നി ജീവിക്കാനാണ് വിളിക്കുന്നത്. അതേസമയം സുവിശേഷം നമ്മെ അവന്റെ തിരഞ്ഞെടുപ്പിന്റെയും ശക്തിയുടെയും യാഥാർത്ഥ്യം കാണിക്കുന്നു. ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുമ്പോൾ ലോകത്തിന്റെ പ്രലോഭനങ്ങളും വ്യാജതത്വങ്ങളും നമ്മെ ഹുനുക്കാനാകില്ല. അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും അടിമപ്പാടുകളിൽ നിന്ന് മോചിപ്പിക്കുകയും തന്റെ വിജയത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യുന്നു. സുവിശേഷത്തിൽ കണ്ടതുപോലെ യേശുവിന്റെ ദൗത്യം പ്രാർത്ഥനയിൽ നിന്നാണ് ആരംഭിച്ചത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ വലിയ തീരുമാനവും പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ എടുക്കേണ്ടതാണ്. ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് അവരുടെ കഴിവുകളാലോ യോഗ്യതകളാലോ അല്ല, മറിച്ച് അവന്റെ അശേഷമായ സ്നേഹവും കരുണയും കൊണ്ടാണ്. അതുപോലെ ദൈവം നമ്മളെയും അവന്റെ മഹത്തായ പദ്ധതിയിൽ പങ്കാളികളാക്കാൻ വിളിക്കുന്നു, നമ്മുടെ ഉള്ളിലെ ദൗർബല്യങ്ങൾക്കപ്പുറം വ്യക്തിപരമായ സ്നേഹത്തോടെ. അവന്റെ സാന്നിധ്യം ഒരിക്കൽ രോഗികളെ സുഖപ്പെടുത്തിയതുപോലെ ഇന്നും അതേ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. ശാരീരികമായും മാനസികമായും ആത്മീയമായും സൗഖ്യം നൽകുന്നു. നമ്മൾ ചെയ്യേണ്ടത് ലളിതമാണ്. അവനെ തേടുക, അവന്റെ വചനം ശ്രദ്ധിക്കുക, അവന്റെ സ്പർശനം ആഗ്രഹിക്കുക. ഈ സന്ദേശം നമ്മെ 3 കാര്യങ്ങളിലേക്ക് വിളിക്കുന്നു. ആദ്യമായി,
പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തോടാലോചിക്കുക. രണ്ടാമതായി, ക്രിസ്തുവിൽ വേരൂന്നാൻ പരിശ്രമിക്കുക. ബൈബിൾ വായിച്ച് ധ്യാനത്തിലൂടെ ജീവിതത്തിന്റെ അടിസ്ഥാനം അവനിൽ സ്ഥാപിക്കുക. മൂന്നാമതായി, പ്രതിസന്ധികളിലും രോഗങ്ങളിലും ആശങ്കകളിലും അവന്റെ ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കുടുംബങ്ങളിലും ജോലിസ്ഥലങ്ങളിലും സമൂഹത്തിലും ക്രിസ്തുവിന്റെ സ്നേഹവും ശക്തിയും നമ്മിലൂടെ പ്രകാശിക്കും. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവന്റെ സാന്നിധ്യം പ്രകടമാക്കും. നമുക്ക് കണ്ണുകൾ അടച്ചു ദൈവത്തോട് ഹൃദയം തുറക്കാം. സ്നേഹപൂർണനായ പിതാവേ, ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളെ അഭിസംബോധന ചെയ്തതിനും ക്രിസ്തുവിൽ വേരൂന്നി ജീവിക്കാൻ പഠിപ്പിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ പാപങ്ങൾ പൊറുത്ത് മോചനം നൽകിയ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനവും പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ മനസ്സ് അറിഞ്ഞ് എടുക്കാൻ ഞങ്ങളെ വഴി നടത്തണമേ. നമ്മുടെ കുറവുകളെ വകവയ്ക്കാതെ അങ്ങയുടെ മഹത്തായ പദ്ധതിയിൽ പങ്കാളികളാക്കിയതിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തി ഇന്നും പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ശാരീരിക, മാനസിക, ആത്മീയമായ എല്ലാ രോഗങ്ങളിലും സൗഖ്യം നൽകി. കുടുംബങ്ങളിൽ സമാധാനം നിറച്ച്, തൊഴിൽ ചെയ്യുന്നവർക്ക് അനുഗ്രഹവും, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസവും, ഒറ്റപ്പെട്ടവർക്കും നിരാശരായവർക്കും അങ്ങയുടെ സ്നേഹത്തിന്റെ ഉറപ്പ് അനുഭവിക്കാനും ഇടയാക്കണമേ. ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് അങ്ങയുടെ വചനത്തിൽ ഉറച്ചു നിൽക്കാനും സ്നേഹത്തിൽ വളർന്നു നിൽക്കാനും സാക്ഷികളായി ജീവിക്കാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ പ്രാർത്ഥന ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനായ ദൈവമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിന് സ്തുതി. നന്ദി.